ലയണൽ മെസ്സി കേരള സന്ദർശനം ഒഴിവാക്കിയതിൽ നിയമ നടപടിക്കൊരുങ്ങി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സർക്കാരും. സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെയാണ് നടപടിക്കൊരുങ്ങുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? അർജന്റീന ടീം കേരളത്തിലേക്ക് വരുമെന്നും 2 മത്സരങ്ങൾ കളിക്കുമെന്നും വലിയ രീതിയിലുള്ള പ്രതീക്ഷ കൊടുത്താണ് സംസ്ഥാന സർക്കാർ അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് പദ്ധതിയിട്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയുമായി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ടീമും മെസ്സിയും കേരളത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. ഏതായാലും ഈ വിഷയം ഉണ്ടാകാനുള്ള പ്രധാന കാരണം സ്പോൺസർമാർ തഴഞ്ഞു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ്. ഈ സ്പോൺസർമാർ പലരുമുണ്ട്. അതിൽ പ്രധാനമായ സ്പോൺസർമാരടക്കം പണം നൽകാത്ത സാഹചര്യമുണ്ടായി. ഈ മെസ്സി അടക്കം കൊണ്ടുവരണം എന്നുള്ള അഭ്യർത്ഥനയൊക്കെ നേരത്തെ ഉയർന്നെങ്കിലും അർജന്റീന ടീമിന് പണം നൽകേണ്ട സമയം പിന്നിട്ട് 3 മാസം വരെ ആകുന്നുണ്ട്. എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട് അർജന്റീന ടീമിന് ഫുട്ബോൾ അസോസിയേഷന് ഒരു തരത്തിലുള്ള മറുപടിയോ ഇതിനുള്ള കാരണമോ പറയാതിരിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതേ സമയം ചൈനയിൽ ഒരു മത്സരത്തിനായുള്ള തയ്യാറെടുപ്പുകൾ അർജന്റീന ടീം ഒരുക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ അത് പൂർണ്ണമായി മനസ്സിലാക്കുകയാണ്. കേരളത്തിൽ അർജന്റീന ടീം വരുന്നില്ല, മെസ്സി ഉണ്ടാകില്ല, മത്സരങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പാവുകയാണ്. ഈ സാഹചര്യത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളെല്ലാം ഉയരുന്നുണ്ട്. ജനങ്ങൾ വലിയ രീതിയിലുള്ള ഈ ആരാധകരെല്ലാം സർക്കാരിനെ എതിർത്തൊക്കെ സംസാരിക്കുന്ന സാഹചര്യമാണ്. അത് സർക്കാരിന്റെ വിശദീകരണം സ്പോൺസർമാർ ഇതിൽ നിന്ന് പിന്മാറി, അല്ലെങ്കിൽ സ്പോൺസർമാർ വാക്ക് പാലിക്കാതെ പോയി എന്നുള്ള കാരണമാണ്. അതുകൊണ്ട് തന്നെ സ്പോൺസർമാർക്കെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും നടപടിയെടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഈ സാഹചര്യത്തിൽ ഏതായാലും അർജന്റീന ടീം കേരളത്തിലേക്ക് വരില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. വിഷ്ണു കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.